ദിവ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് മഷ്റൂം കറി നാടൻ സ്റ്റൈലിൽ കണ്ടു നോക്കാം. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. അടിപൊളി. നമുക്കിതുകൊണ്ട് ഒരു അടിപൊളി കൂൺ കറി വയ്ക്കാം. നമുക്കിത് കഷ്ണമായിട്ട് അരിയാം. ഇവിടുന്ന് വേണം കഷ്ണമായിട്ട് അരിഞ്ഞ് വെള്ളത്തിലോട്ടിടാം. ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത് 200 ഗ്രാം, കടുക് വറുക്കാൻ കറിവേപ്പില, 2 പച്ചമുളക് കഷ്ണമായിട്ട് അരിഞ്ഞ്, അല്പം തേങ്ങ കൊത്തി അരിഞ്ഞത്, അല്പം വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് നമ്മൾ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ച് കൂണ് ഇടാം. അതിന് വേവാൻ പരുവത്തിനുള്ള വെള്ളം ചേർക്കാം. നമുക്ക് അത് നികക്കി കിടക്കണം. അതിന് പരുവത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഗ്യാസ് ഓണാക്കാം. അതൊന്ന് വേഗം വയ്ക്കാം. ഇതിലല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് കടായി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച് തേങ്ങാക്കൊത്തിടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇടാം. അതിൻ്റെ കൂടെ പച്ചമുളകും. തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാലാണ്. അത് മതി അതിന് ചേർക്കാൻ. കറിവേപ്പില ഇടാനൊക്കെ. ഉള്ളി വഴണ്ടിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതിൻ്റെ കൂടെ 2 സ്പൂൺ മുളക് പൊടി. നല്ലവണ്ണം അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ച ചുവ മാറുന്നവരെ മൂപ്പിക്കാം. അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മല്ലിയും മുളകും എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ മഷ്റൂം എന്തായെന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. 3/4 ഭാഗവും നമ്മൾ ഒഴിച്ചതിൽ 3/4 ഭാഗവും വെള്ളവും പറ്റിയിട്ടുണ്ട്. നമ്മുടെ മഷ്റൂം വെന്തിട്ടുണ്ട്. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മല്ലിയും മുളകും അതിലേക്ക് തട്ടിയിടാം. അല്പം ഫ്ലെയിം ഒന്ന് കുറച്ചുകൊണ്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. മസാല എല്ലായിടത്തും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഈ മസാലയുടെ കൂടെ ഈ മഷ്റൂം കൂടെ കിടന്നൊന്ന് വേവണം. അടച്ച് വെച്ച് അതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മളതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം പറ്റിയിട്ടുണ്ട്. മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. ചേർത്തൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അല്പം ഗരം മസാലയോടെ നമുക്കിതിനകത്ത് ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ കറി അപ്പം എല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്പം വെളിച്ചെണ്ണ ചേർക്കാം. കടുക് വറുക്കുന്നില്ല. കറിവേപ്പിലയും ചേർക്കാം. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.